തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പമുള്ളത് വിൻസേഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, സ്വാഗതം. കൂടാതെ മറ്റൊരു വ്യക്തിത്വം കൂടി നമ്മളോടൊപ്പമുണ്ട്. എളമക്കര തെരേസ സ്പിൻലിക് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻറ് മെൻറ്ററായിട്ടുള്ള ടിൻഡു സോണി മാമാണ്. മാമിനെ ഏറെ സ്നേഹത്തോടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടുപേരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പുതിയൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. ഇതിൽ സാമൂഹ്യദ്രോഹ വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ, ഇതല്ലാതെ മറ്റുള്ളവർ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ്ലി മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന രീതിയിൽ ചിലർ പെരുമാറാറുണ്ട്. ഇതിൻ്റെ ഒരു മനഃശാസ്ത്ര വശം എന്താണ്? നമ്മൾ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് സാമൂഹ്യ വിരുദ്ധ മനോഭാവവും അതിനനുസരിച്ചുള്ള വ്യക്തിത്വവും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, അവരുടെ ഒരു ആക്രമണ സ്വഭാവം എന്ന് പറയുന്നത് ആരെയാണോ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അവർ കൂടി അറിയുന്ന രീതിയിൽ ഇവർ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ആക്രമണമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു പാസീവ് അഗ്രഷൻ ഒരു ഡിസോർഡറാണ്. അതായത് ഒരു നിഷേധാത്മകമായിട്ടുള്ള ഒരു ആക്രമണാസക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അതനുസരിച്ചുള്ളൊരു ഡിസോർഡർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരിക്കലും ഒരാളുമായിട്ട് ഒരു പ്രശ്നത്തിന് നേരിട്ടിടപെടില്ല. പക്ഷേ ഇവരവിടെ നിന്ന് കാണിക്കുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ, ഇവൻ മേ ബി അവരുടെ തന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയായിരിക്കും. ഇൻഡയറക്റ്റ്ലി അവരത് ചെയ്യുന്നു. പക്ഷെ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവര് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കുറവായിട്ട് തോന്നും. വേറൊരാളുടെ അടുക്കൽ വന്ന് നിന്ന് ഒരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് അറിയില്ല. പക്ഷേ ഇവര് നമ്മൾ പറയത്തില്ലേ, ഈ സോക്കോൾഡ് ഒരു നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയും തൊരപ്പന്റെ പണി ചെയ്യുന്ന ടീം എന്ന് പറയും. അതായത് എല്ലാം അണ്ടർലൈൻ ആണ് അവരുടെ അജണ്ടകളെല്ലാം. പക്ഷെ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം ആരെയാ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പൊ ഇതിനെയാണ് നമ്മളൊരു പാസീവ് അഗ്രഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലരിൽ ഇത് കൂടുതലായിട്ടുള്ള പ്രവണത ഉണ്ട്. ഈ ഒരു പ്രവണതയാണ് നമുക്കൊരു മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തി കാണാനുള്ളത്. കാരണം എപ്പോഴും തന്നെ നിരന്തരം ഇവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ അത് ഇന്നൊരു പ്രശ്നമാണെന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ കാണാനോ സാധിക്കാത്ത ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ആ പ്രശ്നത്തിലേക്ക് ഇടപെടാത്തത്. ഇപ്പോൾ അതിൻ്റെ ഒരു കാരണങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അണ്ടർലൈൻ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കേസ് ഡയറി ഞാൻ കണ്ടൊരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു കുടുംബം ആവറേജ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, 4 മക്കളുള്ള ഒരു കുടുംബമാണ്. 3 മക്കളും സെറ്റിൽഡായി, ഫാമിലി ലൈഫ് കറക്റ്റ് ആയി, ജോലിയായി, അങ്ങനെയൊക്കെ പോകുന്നു. ഇത് സെക്കൻഡ് പേഴ്സൺ ആണ് നമ്മുടെ അടുക്കയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്ക് അത് കൊണ്ടുവരുന്നത് ഫാമിലിയിലെ വേറൊരു വ്യക്തിയാണ് കൊണ്ടുവരുമ്പോൾ പറയുന്ന ഒരു കാര്യം, കൃത്യമായ ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. പഠിക്കാനായിട്ട് വിട്ടു, ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയാനായിട്ട് ഇപ്പോൾ 10ാം ക്ലാസ്സേ ഉള്ളൂ. ബാക്കി പ്രീ ഡിഗ്രിക്ക് വിട്ടു, പക്ഷേ നടന്നില്ല. അത് കഴിഞ്ഞ് ഡിപ്ലോമ കോഴ്സുകൾ പലതും ചെയ്യിപ്പിച്ച് ഒന്നിലും പൂർത്തീകരിക്കത്തില്ല. അപ്പൊ ഈ പൂർത്തീകരിക്കുന്നതിന് തടസ്സമായിട്ട് പറയുന്നത് അത് ഫാമിലിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ അത് നിർത്തി, അല്ലെങ്കിൽ അത് ചാച്ചന് ഒത്തിരി പൈസ ചെലവാകും, അതുകൊണ്ട് ഞാൻ നിർത്തി. അപ്പൊ പുള്ളിയുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ചാച്ചനാണ്, വീട്ടുകാരാണ്, അല്ലെ മറ്റുള്ളവരാണെന്ന് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറുക. എന്നിട്ട് പറയും ഞാൻ ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് ഒന്നും പറയുന്നില്ലല്ലോ, എനിക്ക് ജോലിയില്ല, എനിക്ക് കംപ്ലൈന്റും ഇല്ല. ഇതുപോലെ തന്നെ ഏകദേശം ഒരു 40 വയസ്സ് മുകളിലായി, വിവാഹം നടത്തിയിട്ടില്ല. അപ്പൊ ഇവര് വീട്ടുകാർ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല, ഞാനിങ്ങനെ ജീവിച്ചോളാം. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നീട്ടിവെക്കും, നാളെ ആവുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കാര്യം ഒരു പ്രത്യേകതയാണ്. ഇതെല്ലാം കഴിഞ്ഞു പോട്ടെ. ഇനിയും ഇവരുടെ ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ
ഇവർ ചിലപ്പോൾ ഇവർക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമാണെങ്കിൽ അവരത് ചെയ്തു തീർക്കും. അതുപോലെ തന്നെ വീട്ടുകാരും മൊത്തം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ ഇന്നും സമയം പോയി വരത്തുള്ളൂ. അതായത് മനഃപൂർവ്വം വൈകിപ്പിക്കുക. അതുപോലെ തന്നെ വീട്ടുകാർ പറയും വേറൊരു ടീം ആരെങ്കിലും വരുമ്പോഴത്തേക്ക് അവരോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി അങ്ങനെ പെരുമാറില്ല. നേരെ അതായത് അവര് വരുമ്പോൾ ചിരിച്ച് സന്തോഷിച്ച് സ്വീകരിക്കും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പറയണ ഒരു എന്തെങ്കിലും ഒരു പൂള് വെച്ചിരിക്കും. അപ്പം ഈ നമ്മുടെ ഇടയ്ക്ക് വരുന്നതിന് ഒരു 2-3 ദിവസത്തിന് മുൻപ് നടന്നൊരു സംഭവം, ഇദ്ദേഹത്തിന്റെ പെങ്ങളുടെ കുഞ്ഞിന്റെ മാമോദീസയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, അതായത് ഈ കുഞ്ഞിന്റെ ഹസ്ബൻഡ്, അതായത് ഈ പെങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് അവിടെ ഇല്ലാത്ത കാര്യം, പോരായ്മകളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റിയാണ്. അപ്പം ആൻറ്റി ഒന്ന് സുഖിപ്പിച്ച് വിട്ടേക്കണം, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഇത് കക്ഷിയുടെ തലയിലുണ്ട്. അപ്പോൾ ഈ ആൻറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ എന്നാലും ഒരു വിശേഷം നടക്കുമ്പോഴത്തേക്കും ആൻറ്റി വരുമല്ലോ, അതിനു മുമ്പൊന്നും വരാൻ പറ്റിയില്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞേ, ആൻറ്റി വന്നതിന് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. പക്ഷെ അത് തന്നെ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വന്നവരും ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെയായാലും നമുക്ക് എവിടെയെങ്കിലും പോകണം, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതേപോലെ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ പുള്ളിക്കാരന് സ്വന്തമായിട്ട് ഫാദർ മേടിച്ചു കൊടുത്തിരിക്കുന്ന വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിടത്ത് ഇടിപ്പിക്കത്തില്ല, സൂക്ഷിച്ചു കൊണ്ടുവരും. പക്ഷെ ഫാദറിന്റെ പേരിലുള്ള വണ്ടിയൊക്കെയാണ് പുറത്ത് കൊണ്ടുപോകുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മുട്ടി തട്ടി എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ഫാമിലിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അത് അങ്ങനെ വന്നു പോയോ, ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് വന്നതല്ല എന്ന് പറയും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പാസീവായിട്ട് പുള്ളി മറ്റുള്ളവരെ ഉപദ്രവിക്കുക, പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിനെ ഉപദ്രവിക്കുക എന്നതായിരുന്നു പുള്ളിയുടെ ആ ഒരു ഫോക്കസ്. ഒരു മാനസിക വൈകല്യമാണോ അത്? ആക്ച്വലി നമ്മൾ ഇതിന്റെ ഒരു കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, കുട്ടിക്കാലം ഒത്തിരി വിഷമം നിറഞ്ഞതായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഫാമിലി ഫാദറും മദറും തമ്മിൽ അത്ര നല്ലൊരു ഒരു കോൺഫ്ലിക്റ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കക്ഷി രണ്ടാമത്തെ ആളാണ്. മൂത്തയാള് പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അമ്മയുടെ വീട്ടിൽ നിർത്തിയാണ് വളർത്തിയത്. അപ്പം ഏകദേശം നല്ലൊരു സാഹചര്യത്തിൽ പുള്ളി വളർന്നു വന്നു. ഈ രണ്ടാമത് ഈ കുഞ്ഞാണ് കൂടുതലും ഈ ഫാമിലിയുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഫാദറിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും ഒരു നെഗ്ലക്റ്റഡ് ചൈൽഡ് ആയിരുന്നു. അതായത് ആരും പരിഗണിക്കുന്നൊന്നുമില്ല, ഒരു അവഗണനാപൂർവ്വം വളർന്നതാണ്. ഫിസിക്കലി സൈക്കോളജിക്കലി മാനസികമായിട്ടും ശാരീരികമായിട്ടും വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഫിസിക്കൽ അബ്യൂസ് ഒക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അമ്മയും അപ്പനും തമ്മിൽ വഴക്ക് പിടിക്കുമ്പോഴത്തേക്കും കുഞ്ഞിന് പലപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളർന്നു വരുമ്പോഴും അമ്മ പറയാറുണ്ട്, ഈ കുഞ്ഞും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു നമ്മൾ പറയുന്ന ഞാനാണ് ഇതിനൊക്കെ ഒരു കാരണക്കാരൻ, അങ്ങനെ ഒരു വിഷമം ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു പാസീവായിട്ട് ഈ വിഷമങ്ങളെ എല്ലാം ഉള്ളിൽ സപ്രസ് ചെയ്ത് പിന്നീട് അത് വരുന്നത് ഒരു ആക്രമണ സ്വഭാവത്തിലേക്കാണ്. പക്ഷെ കുഞ്ഞുനാളിൽ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം അപ്പനോടൊരു കാര്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഇവർക്കറിയാം നേരിട്ട് ചെന്നാൽ വിജയിക്കില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ഇൻഡയറക്റ്റ് വേയില് ഇതിനെ പ്രതികരിക്കാനായിട്ട് നോക്കുന്നത്. അപ്പം ചെറുപ്പം മുതലേ ഈ ഇൻഡയറക്റ്റ് വേയിലുള്ള പ്രതികരണമുണ്ട്. സ്കൂളിൽ പോയപ്പോഴും പഠിക്കാത്തതും അല്ലെ പരീക്ഷ എഴുതാത്തതും വേണ്ട രീതി വിജയിക്കാത്തതിന്റെ ഒക്കെ പിന്നില് ഞാൻ എന്തിനാ പഠിച്ച് വിജയിക്കുന്നത്, ഞാനിപ്പോ ജയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പോണേന്നാ ഇന്ന ആളുടെ മകൻ ജയിച്ചെന്നല്ലേ, അപ്പൊ അപ്പനല്ലേ അതിന്റെ സ്ഥാനം കിട്ടണ്ട. അപ്പൊ അതായത് പുള്ളിക്കാരന്റെ ജീവിതത്തിലേക്ക് വരുന്ന പരാജയങ്ങള് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമായിക്കോട്ടെ, അതൊരു മധുര പ്രതികാരം പോലെ. പക്ഷെ ഈ ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായി പരിചയപ്പെടുമ്പോഴൊന്നും നമുക്കിത് മനസ്സിലാവോ എങ്ങനെയാണ് എന്നുള്ളത്? നമുക്ക് ആദ്യം മനസ്സിലാവില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് പറയുന്ന ഒരു വേർഷൻ എന്ന് പറയുന്നത്, സിസ്റ്റർ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഞാൻ എന്താ ഇവിടെ തെറ്റ് ചെയ്തത്, ഇതിലെന്താ പ്രശ്നമുള്ളത്, അവരങ്ങനെ വിചാരിച്ചോ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കറിയാം, ഈ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഒരു മധുര പ്രതികാരം ഇതിൻ്റെ അകത്തുണ്ട്.
അതായത് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവന് പെട്ടെന്ന് തന്നെ വന്ന് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള പോയിസണിങ് അവര് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകും. അപ്പൊ ഇവര് ഇങ്ങനെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവർ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നൊരു പക്ഷെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ചിലപ്പോൾ അവരെ കാണുന്നത് വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ പണിയാണ്. അപ്പൊ അങ്ങനെ പക്ഷെ അതിന്റെ ഇപ്പം സിസ്റ്റർ ഓരോ റീസൺസ് പറയുമ്പോഴത്തേക്കിനും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന കളി ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇല്ലായ്മയും അങ്ങനത്തെ കാരണങ്ങളുമാണ്. ശരിക്കും ഇത് കുടുംബങ്ങൾക്കൊക്കെ ഉള്ള ഒരു വലിയ സന്ദേശവും കൂടെയാണ്. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ ഈ ഫാമിലി ലൈഫിലൊക്കെ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ഒരു തരത്തിലും ഐക്യമില്ല, പക്ഷെ പറയാനുള്ളത് ഡയറക്റ്റ് പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വഴിയില്ല. അപ്പൊ പിന്നെ ഇതുപോലത്തെ ചില പരിപാടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രായമാകുന്നിടം വരെയും ദ സെയിം ഒരു സിറ്റുവേഷൻ. ഈ ഒരു വ്യക്തിയുടെ തന്നെ നമ്മൾ ഓർത്ത് നോക്കിയ വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു ജീവിത പങ്കാളിയോടും ഇതേപോലത്തെ ഒരു സമീപനമായിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പൊ അയാള് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഷമം ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്ക് ബാല്യത്തിലെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും തോന്നുന്നു അല്ലേ? ബാല്യത്തില് ഇപ്പൊ കൂടുതലും നമ്മളിപ്പോ ഇതുപോലെയുള്ള അവയർനെസ് ക്ലാസ്സുകള്, ചർച്ചാ പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറേയുള്ള സാധാരണ ജനങ്ങളിലേക്കും ആൾക്കാരിലേക്കും ഇങ്ങനത്തെ ഈ പ്രകൃതം കാണിക്കുന്ന ഇതുകൊണ്ടായിരിക്കാം എന്ന് സഹപാഠികളായിട്ടുള്ള അവരുടെ ഇടയിലും ഇതുപോലുള്ള പെരുമാറ്റങ്ങൾ അവർ പക്ഷെ അതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇത്തരം ചില കുഞ്ഞുങ്ങളെ ഇനിയിപ്പോൾ ഐഡന്റിഫൈ ചെയ്തുന്നിരിക്കട്ടെ, ഇപ്പൊ ആരെങ്കിലും അവയർനെസ് ഉള്ളവരെ ഐഡന്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു ഇറിറ്റേറ്റഡ് ബിഹേവിയർ ആണല്ലോ ഇവൻ കാണിക്കുന്നത് എന്നുള്ള ലെവലിൽ നമ്മൾ പറയാൻ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ പാരന്റ്സ് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതൊരു കുസൃതിയായിട്ടോ അല്ലെങ്കിൽ അതൊരു കൊച്ചല്ലേ അല്ലെ കുഞ്ഞിന്റെ അല്ലേ, പക്ഷെ അത് കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് കുഞ്ഞിനെ ഒരിക്കലും നെഗറ്റീവ് ആക്കാനുമല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ കണ്ടീഷനിങ് എന്താണോ സംഭവിപ്പിക്കേണ്ടത് അത് ആ കറക്റ്റ് സമയത്ത് ഇന്റർവ്യൂൻ ചെയ്താൽ ചൈൽഡ്ഹുഡിലെ നമുക്കത് ശ്രദ്ധിച്ചു പോകാൻ പറ്റും. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ കേസുകൾ എടുക്കുമ്പോൾ മനസ്സിലാകുന്ന ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരിക്കുന്ന ബാല്യകാലത്തിൽ ഉണ്ടായിരിക്കുന്ന തിക്ത അനുഭവങ്ങളാണ് ഒരു അഡോളസൻസിലേക്കും അഡൾട്ട്ഹുഡിലേക്കൊക്കെ വരുമ്പോൾ ഇത് വളരെ സിവിയർ ആയിട്ടും നമുക്ക് വ്യക്തമാകുന്ന ഡിസോർഡർ ആയിട്ടൊക്കെ വരുന്നത്. അപ്പൊ ഈ ചൈൽഡ്ഹുഡിൽ തന്നെ ഇവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാലും ഫാമിലിയിൽ കോൺഫ്ലിക്റ്റ് ഉള്ളത് കൊണ്ട് കറക്റ്റ് ചെയ്യപ്പെടാതെ പോകുന്നു. അതൊരു വലിയ എൻവയോൺമെന്റ് ഡിഫറന്റും ആണ്. അറ്റ് ദ സെയിം ടൈം വി ആർ ഇത് നമ്മൾ ഇത് കൊടുക്കും. കാരണം ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ പേരിലായിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ വഴക്ക് പിടിക്കുന്നത്, മാതാപിതാക്കൾ തമ്മിൽ വഴക്ക് പിടിക്കുന്ന അവന്റെ ഒരു കാര്യത്തിലായിരിക്കും. അപ്പൊ അവന്റെ ഒരു കാര്യം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടു ചെല്ലുമ്പോൾ ആ ഫാമിലിയിൽ എത്രമാത്രം അക്സെപ്റ്റബിൾ ആകും. ഫാമിലി തെറാപ്പിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുട്ടി ട്രയാങ്കിളിൽ പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് അവനെ രക്ഷപ്പെടുത്താനും പറ്റുന്നില്ല. അവനൊരു അധ്യാപകർക്ക് സ്കൂളിലൊക്കെ എനിക്ക് തോന്നുന്നു അത് പറ്റില്ലേ അവർക്ക്? കാരണം നമ്മള് പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ വീട്ടിൽ കിട്ടാത്ത ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അവനോടുള്ള ഒരു സ്നേഹം, വാത്സല്യം, അതിൻ്റെയൊക്കെ ഒരു സ്കേഴ്സിറ്റി അതിൽ അവന് ലഭിച്ചിട്ടില്ല എന്ന ഒരു കാര്യം ഇവൻ പലപ്പോഴും സ്കൂളുകളിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ അത് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആയിട്ട് പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു പെരുമാറ്റ വൈകല്യമായിട്ട് പോകാം. അപ്പോൾ പലപ്പോഴും നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യും. ചിലപ്പോൾ ആണെങ്കിൽ ചില ടീച്ചേഴ്സ് മനസ്സിലാക്കുന്ന ചിലപ്പോൾ ഒരു കെയർ കൊടുത്തെന്നിരിക്കാം. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ അടവാണെന്നുള്ള ലെവലിലേ വരത്തുള്ളൂ, അടിച്ചമർത്താനായിട്ട് നോക്കും. അപ്പൊ അത് അതായത് വീട്ടിൽ നിന്നും ഇതുപോലത്തെ അനുഭവം, സ്കൂളിൽ നിന്നും ഇതുപോലത്തെ ഒരു അനുഭവം. അപ്പൊ ഇതിലൂടെ കടന്നു വരുമ്പോൾ അവന് മനസ്സിലാകുന്ന കാര്യം, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവരെയൊക്കെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ അടുക്കൽ ചെന്ന് ഒരു യുദ്ധം നടത്താനോ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. ആരും എന്നെ കേൾക്കുന്നില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ പിന്നെ ഈ മെത്തേഡാണ് ഞാൻ നിസ്സഹായനാണ്. അപ്പൊ നിസ്സഹായനായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഈ നിസ്സഹായതയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു നിഷേധാത്മക സ്വഭാവമായിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. സോഷ്യൽ മീഡിയകൾ പോലും ചിലപ്പോൾ ഇത് കാണാറുണ്ട്. അതായത് ചിലർക്ക് ഒരിക്കലും വാട്സാപ്പിൽ അവരുടെ പ്രൊഫൈൽ പിക്ചർ ഇടാൻ പറ്റാത്തവരുണ്ട്. അതിന് റീസൺ പലതുണ്ടാവും. വേറെ പല പിക്ചർ ഇടുന്നവരുണ്ടായിരിക്കാം. ചിലപ്പം അവരുടെ ഫേസ് കാണിക്കാൻ അവർക്ക് ഇഷ്ടമില്ലായിരിക്കാം. പക്ഷെ ചിലർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ചിലപ്പോൾ ഫേക്ക് ഐഡന്റിറ്റിയുടെ മറ്റുള്ളവരെ ഇതുപോലെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിപാടികളും ഇവർ ചെയ്യാറുണ്ട്. സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരുമായിട്ട്, അതായത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഇന്റർവെൻഷൻ നടത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒളിയമ്പകൾ ഇട്ടുകൊണ്ട് സന്തോഷിക്കുക. പലപ്പോഴും നമ്മൾ കാണാം, ഏതൊരു പരിപാടി നല്ല പരിപാടി ആയിക്കോട്ടെ,
പക്ഷേ അവർക്ക് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു ചെറിയ കമന്റ് ഇടണം. അതെ ഈ ഒരു കമന്റ് ഇടുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ നേച്ചറുള്ള പലരും കാണുമല്ലോ, അവരിങ്ങനെ നോക്കിയിരിക്കുമായിരിക്കും. എന്നാ അതിന്റെ ബാക്കി പിടിച്ച് അങ്ങനെ ഒരുപാട് പേര് ട്രാപ്പിൽ പെടുന്നവരുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമൊക്കെയാണ് ഭയങ്കര വൾഗാരിറ്റിയിൽ ഈ പറഞ്ഞ ടീനേജ് പ്രായത്തിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ, ഫേക്ക് ഐഡന്റിറ്റിയിലായിരിക്കും ചിലപ്പോൾ ആള് കിടക്കുന്നത്, നമ്മൾ അറിയത്തില്ല. വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പിന്നെ കുറെ നാളുകൾ കഴിയുമ്പോഴായിരിക്കും നമ്മളൊരു കാര്യത്തിൽ പെട്ടു എന്ന് പോലും മനസ്സിലാക്കുന്നത്. ഇതേപോലുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരിൽ, ഡിസോർഡർ ഉള്ളവരിൽ നമ്മൾ കാണപ്പെടുന്നത്. ഇപ്പൊ ഇവര് സാധാരണ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരാളുണ്ട് എങ്കിൽ ആ ഫാമിലിയിൽ തന്നെയാണ് അവൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്താ അങ്ങനെ ചെയ്യുന്നത്, എന്താ സമൂഹത്തിലേക്കും ഇതായി മാറുന്നു. വരും. നേരിട്ടുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവണതയെക്കാളും പേടിക്കേണ്ട ഈ പാസീവ് അഗ്രഷനാണ്. ഇപ്പൊ ഒരു ആന്റി സോഷ്യൽ ക്രൈറ്റീരിയയിലുള്ള ഒരാളെ നമുക്കറിയാം, ഇന്നയാള് ഇന്നത് ചെയ്യും, അയാൾ പറയും ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഇൻ കേസ് നമുക്കതിനെ വെളിപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഈ പാസീവ് അഗ്രഷനാണ്. ഈ പാസീവ് അഗ്രഷനിൽ വരുമ്പോഴത്തേക്കും ചിലരിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പാസീവ് അഗ്രഷൻ അവര് ഭക്ഷണം കഴിച്ചാൽ തീർക്കുന്നത്. ഓവർ ഈറ്റിംഗ് ആണ്. അപ്പൊ എന്താണ്, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്റെ വീട്ടുകാരല്ലേ നോക്കേണ്ടത്. പക്ഷേ അവരൊരിക്കലും മനസ്സിലാകുന്നില്ല, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പ്രശ്നമുണ്ടായാൽ ഞാൻ തന്നെയാണ് അത് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പൊ എനിക്ക് ജോലിയിൽ, ഇപ്പം നമ്മൾ കണ്ട ഈ കേസിൽ തന്നെ ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് ഈ ജോലി ഇല്ലല്ലോ, ഇത്രയും പ്രായമൊക്കെ ആയ ഒരു സ്വന്തമായിട്ടൊരു വരുമാന മാർഗം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജോലി ഉണ്ടാവുക, അതൊരു മനുഷ്യന്റെ നീഡാണ്, ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ കൂടിയാണ്, ഒരു സാറ്റിസ്ഫാക്ഷനാണ് അത്. സിസ്റ്റർ, ഞാനിപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടണം. ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോലിയുണ്ട്, പൈസ കിട്ടും എന്നുള്ളത് ഓർത്തിട്ട് അവരല്ല അഹങ്കരിക്കുന്നത്. അവരിപ്പോൾ അങ്ങനെ സൂഹിക്കേണ്ട. ഈ ഒരു ടെർമിനോളജിയാണ് അവർ ഉപയോഗിക്കുന്നത്. ടീനേജ് ആ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പെടുന്നവര് ശരിക്കും പാസീവായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ പലപ്പോഴും ഇതിൽ പെട്ടുപോയത് കൊണ്ട്, അതായത് ബന്ധത്തിലായി, ഓക്കെ, ഇപ്പം ഇഷ്ടം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇത് ലോങ് ടേം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനെ അങ്ങോട്ട് സബ്മിസീവായിട്ട് സ്വീകരിച്ച് വൺസ് അവരൊരു വിവാഹ ജീവിതത്തിലേക്ക് കയറി കഴിയുമ്പം ഇത് വല്ലാണ്ട് ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചില അബദ്ധങ്ങളും വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാസീവായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ആൾക്കാരെ മാനേജ് ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് അങ്ങനെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുകയും അയാളെ ഒബ്സർവ് ചെയ്യാൻ പറ്റി അയാളെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. അങ്ങനെ അയാളാണ് ഈ ഒരു കാര്യങ്ങൾ ഇതേപോലെ ഇരുന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇയാള് നമ്മൾ പറയത്തില്ലേ അരങ്ങിലേക്കൊന്നും വരത്തില്ല, അണിയറയിൽ ഇരുന്നുകൊണ്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞുനാളിൽ നമുക്ക് അതിനെയൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ടീച്ചർ പറഞ്ഞ പോലെ സ്കൂളിലെ ടീച്ചേഴ്സ് ആൾക്കാരൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് ചില സ്കൂളുകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് അവനെ എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചാലും അവൻ തിരിച്ചൊന്നും ഉപദ്രവിക്കത്തില്ല. പക്ഷേ ഈ ഉപദ്രവിച്ച കുട്ടിയുടെ നോട്ട്ബുക്ക് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ പെൻസിൽ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ബാഗിനൊരു ഓട്ടയിട്ട് വെക്കുക, ഞാൻ അറിയാതെ ചെയ്തതാ, അല്ലെങ്കിൽ അറിയാതെ എന്നുള്ള രീതിയിൽ അവന്റെ ഏതെങ്കിലും കാര്യങ്ങൾ നശിപ്പിക്കുക. ആ സമയങ്ങളിൽ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും അവനെ ഒരു വിത്ത് കമ്പാഷനോട് കൂടി അവനെ പതുക്കെ തിരുത്തുകയും ചെയ്താൽ എനിക്ക് തോന്നുന്നു റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ചിലപ്പം കാര്യമായിട്ടുള്ള ഇടപെടൽ എടുക്കാൻ പറ്റും. 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. പിന്നെ ഇതിൻ്റെ ഒരു ചികിത്സാ വിധികളിലേക്കൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ളവര് നമ്മുടെ ഇടയ്ക്ക് ഇപ്പം സാധാരണ അവർ തന്നെയായിട്ട് വരില്ല. കാരണം അവർക്ക് ഇൻസൈറ്റ് അവർക്കറിയാവുന്നത് ഓക്കെ ഞാൻ മൂലം അവരൊന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവരാണ് വണ്ടി ഓടിക്കുന്നത്, ഒരു സ്ഥലത്ത് ഇന്ന സമയത്ത് എത്തണം. അപ്പോൾ ഒരു 10 മണിക്ക് ഒരു പ്രോഗ്രാമിന് എത്താനുള്ളതാണെങ്കിൽ ഇവർ വീട്ടിൽ നിന്ന് എഴഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ 10 മണിയാവും. അതിനിടെ എന്നാൽ വണ്ടി പെട്ടെന്ന് വീട്ടിൽ വേഗം പോകണം, നമുക്ക് എത്തണ്ടേ അവിടെ. മറ്റവരെത്ര മാത്രം അത് പെട്ടെന്ന് എത്തണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രമാത്രം ഇവർ സ്ലോ ഡൗൺ ചെയ്യും. എന്നാൽ അവർ ചെയ്യട്ടെ, കാണട്ടെ, എന്നാൽ ഞാനും ആ ഒരു പ്രോഗ്രാമിന് താമസിച്ചേ എത്തുള്ളൂ എന്ന് ചിന്തിക്കില്ല. അവരനുഭവിക്കട്ടെ,
ആ ഒരു രീതിയിലേക്കായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇവർക്ക് നമ്മളോട് അടുപ്പം, അതായത് ഒരു അഷ്വറൻസ് നമ്മൾ കൊടുക്കണം. അതിനൊരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയാം. അതായത് നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാം. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ നേരായ കാര്യമാണ് പറയുന്നത്, നമുക്ക് മറ്റു ഉദ്ദേശശുദ്ധികളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇവർക്ക് എപ്പോഴും ചിന്ത ഇവരെ മറ്റൊരു ട്രാപ്പിലാക്കുമോ, എന്നെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ആണോ മറ്റുള്ളവർ ശ്രമിക്കുന്നത്. എപ്പോഴും അങ്ങനെ ഒരു ചിന്തയാണ് അവർക്കുള്ളത്. കാരണം ഇൻസെക്യൂരിറ്റിയാണ് ഇവരുടെ മുഖ്യമായ വിഷയം. ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവര് ജനിച്ചു വളർന്നൊരു സാഹചര്യം അതുപോലെയാണ്. നമ്മൾ ഓർക്കേണ്ടത്, ഒരു കുട്ടി ഒരു അഡോളസെൻസിലേക്കാകുന്ന ഒരു 10-12 വയസ്സാകുന്നത് വരെ അവനൊരു സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റം ഇല്ല എങ്കിൽ അവൻ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ വിശ്വസിക്കാൻ, എന്റെ അപ്പനും അമ്മയും പോലും വിശ്വസിക്കാൻ പറ്റില്ല. സ്റ്റേജിൽ തന്നെ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ആദ്യ കാലത്തെ ഒരു സമയത്ത് മിസ്ട്രസ്റ്റ് പോകുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല, ഇവർക്ക് ശബ്ദമുയർത്താൻ പറ്റില്ല, ഇവർക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല. ഇതിന്റെ റീസൺ എന്താണെന്ന് കണ്ട് അവൻ ഒരിക്കലും ഒരു ഹെൽപ്പ് നമ്മളാരും കൊടുത്തിട്ടുമില്ല. കണ്ടെത്താതെ ഇവരെ നെഗറ്റീവായിട്ടാണ് ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് അവൻ എപ്പോഴും ഉള്ളത്. പക്ഷെ നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടെങ്കിലും അവൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ടറിയാം. അപ്പൊ ഇൻസൈറ്റില് അവനീ ചെയ്യുന്നത് അവന് തന്നെ ദോഷമാണെന്നൊരു കാര്യം അവൻ മനസ്സിലാകുന്നില്ല. പക്ഷേ മറ്റുള്ളവരെ ഇവൻ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മൂലം അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അതിൽ ഇവർ സന്തോഷിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷമാണ് പിന്നെയും ഈ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഷ്വറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നീ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രൈവസി ഉണ്ട്, എനിക്ക് തുറന്ന് സംസാരിക്കാം. ഇനി മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ഓപ്പണായിട്ട് പറയാം എന്നുള്ളൊരു അഷ്വറൻസ് നമ്മളുമായിട്ടുള്ള ഒരു നല്ലൊരു റാപ്പോ, ഒരു ബന്ധം, ഒരു പ്രൊഫഷണൽ ക്ലയന്റ് ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. ഇപ്പം മറ്റുള്ളവരാണ് കൊണ്ടുവരുന്നതെങ്കിൽ പോലും അപ്പൊ ആ സമയത്ത് അവർക്കുണ്ടാകും ഇവര് കൊണ്ടുവന്നത് ഇവരോടുള്ള പ്രശ്നം ഉണ്ടാകും. പക്ഷേ അവിടെ നിന്ന് അപ്പൊ കുറച്ച് സമയം എടുക്കും നമുക്ക് അവരുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ചെയ്യാൻ ഫാമിലി ഇന്റർവെൻഷൻ ഇതിന് ആവശ്യമാണ്. കാരണം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അറിയണം എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ കാണിക്കാനായിട്ട് ഒരു സാധ്യത ഉള്ളത്. ഇനി നമുക്ക് എക്സാമ്പിൾ സഹിതമാണ് ഇവൻ ചെയ്ത പ്രവർത്തികൾ വേണ്ടത്. അല്ലാതെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് നീ എന്താടാ പാസീവായിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ തന്നെ നമുക്ക് എവിഡൻസ് സഹിതം അവനോട് പറഞ്ഞെങ്കിൽ മാത്രമേ അവന് ക്ലാരിറ്റി വരുന്നുള്ളൂ. നീ ഇപ്പൊ ഈ ഒരു കാര്യം ചെയ്തപ്പോ ഇപ്പൊ നീ ഒരു പ്രോഗ്രാമിന് മേ ബി ഇവരുടെ തന്നെ വീട്ടില് ആരുടെയെങ്കിലും ഒരു കല്യാണത്തിന് പോവുകയാണ്. ഈ കല്യാണത്തിന് പോകുമ്പോഴത്തേക്കും സാധാരണയായിട്ട് നമുക്ക് ഇപ്പൊ വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചെല്ലണം. 10 മണിക്ക് നിനക്ക് ചെല്ലേണ്ടതല്ലേ. അപ്പൊ നീയും കൂടി അവിടെ ചെല്ലുമ്പോൾ നിന്നെയും കൂടി മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് നീ 10 മണിക്ക് എത്തിയല്ലോ. അല്ലാതെ നിന്നെ കാണാതെ അവരെ മാത്രമല്ല കാണുന്നത്. അപ്പൊ നീയും അവിടെ ഒരു അറ്റൻഷന്റെ ഭാഗമാകുന്നുണ്ട്, നിന്നെയും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ഇൻസൈറ്റ് ഓറിയന്റേഷൻ ഇവർക്ക് കൊടുക്കണം. പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ അതിനാണ് ശരിക്കും ആ ഫാമിലി ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം ഈ ഒരു കാര്യത്തില്. കാരണം ചേഞ്ച് വരാൻ അവനെ അനുവദിക്കാനും ചേഞ്ച് വരുമ്പോൾ അത് റിസീവ് ചെയ്യാനും നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് അവിടെ സൃഷ്ടിക്കപ്പെടത്തുള്ളൂ. അപ്പോഴും അങ്ങനെയുള്ള പ്രോഗ്രസ് ഉണ്ടാവത്തുള്ളൂ. പലപ്പോഴും ഈ പാസീവ് അഗ്രഷനിൽ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വ്യക്തി ഇപ്പൊ ഒരു പാസീവ് അഗ്രഷനുള്ള ഒരാള് ചെയ്ത 1-2 കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ മൂന്നാമതൊരു കാര്യം അവൻ അല്ലായിരിക്കും ചെയ്തത്, വേറെ ആരെങ്കിലും ആയിരിക്കും. ലേബൽ ചെയ്യപ്പെടും. പക്ഷെ ലേബൽ ചെയ്യപ്പെടും. ഇതുപോലെ നമ്മൾ ലേബൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരിക പ്രയാസമാണ്. പിന്നെ ഇവന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കിൽ ട്രെയിനിങ്ങുകളാണ്. അസർട്ടീവായിട്ട് സംസാരിക്കാനായിട്ട്, അതുപോലെ തന്നെ ഒരു അഗ്രഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ആങ്കർ ഉണ്ടായാൽ ആ ആങ്കറിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ശരിക്കും ഒരു ഇമോഷണൽ ഒരു റെഗുലേഷൻ നമ്മൾ ഏത് വൈകാരികമായിട്ടുള്ള തലവും മനുഷ്യർക്കുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ഇന്ന വികാരം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ നീ ദേഷ്യപ്പെടാൻ പാടില്ല എന്നുള്ളതല്ല. ദേഷ്യം വരാം, പക്ഷെ ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു വ്യത്യാസം. പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ആങ്കർ പ്രകടിപ്പിക്കേണ്ടത്, പ്രോപ്പറായിട്ട് അവൻ പ്രകടിപ്പിക്കുമ്പോൾ വേറൊരാളോടും അവന് പ്രോപ്പറായിട്ട് പ്രകടിപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിന്റെ ഒരു വേ ഓഫ് എക്സ്പ്രഷൻ അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ സ്കിൽ ഡെവലപ്മെന്റും ട്രെയിനിങ്ങും കാര്യങ്ങളും സമയമെടുക്കും. പലപ്പോഴും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തെറാപ്പി സിസ്റ്റത്തിൽ ഓരോ സെഷൻസ് ആണല്ലോ. സെഷൻസ് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്കും തോന്നും ഓക്കെ ഇനി ബാക്കി ചെയ്തോളാം. പക്ഷെ ഇവർക്കൊരു ഓൺ ഗോയിങ് അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് കൊടുക്കേണ്ടത് നല്ലതാണ്.
ഇതോടൊപ്പം തന്നെ അവർക്ക് ഒരു സെൽഫ് അവയർനെസ്, സെൽഫ് എസ്റ്റീം ഡെവലപ്മെന്റ്, ഒരു കോൺഫിഡൻസ് ലെവൽ അവർക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഒരു ഐ സ്റ്റേറ്റ്മെന്റിൽ പറയാൻ പഠിക്കാൻ പറ്റണം അവർക്ക്. ശരിക്കും ഐ നീഡ് ദിസ്, ഐ ഫീൽ സോ എന്നുള്ളൊരു സാധനം പറയാൻ അവർ പഠിക്കണം. പിന്നെ വേണ്ട ഒരു കാര്യം ഒരു സെൽഫ് അനാലിസിസ് ആണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇത് ചെയ്താൽ എനിക്ക് എന്താ പ്രതിഫലം കിട്ടുന്നത്? അപ്പൊ ഞാൻ തന്നെ, ഇപ്പൊ നമ്മൾ പറയത്തില്ലേ മലന്ന് കടന്ന് തുപ്പരുതെന്ന് പറയുന്ന പോലെ, ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി എനിക്ക് തന്നെ വിനയാകുന്നുണ്ടോ, അത് അങ്ങനെ കണ്ടെത്താൻ അവനെ പഠിപ്പിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇതുപോലെ ഫാമിലി ഹെൽപ്പ് ഇതിന് ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പൊ ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ പറയാറുണ്ട്, സിസ്റ്ററെ അന്നത്തെ സാഹചര്യത്തിൽ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതൊക്കെ പറ്റിയുള്ളൂ, ഞങ്ങൾ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. അപ്പൊ ഞാൻ പറയും, ഇങ്ങനെ വിഷമിച്ച് നമ്മൾ ഇരിക്കാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമുക്ക് എങ്ങനെ അവനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റും. ഇപ്പോ ഈ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ റിവീൽ ചെയ്ത് ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് അവനൊരു ഹീലിംഗ് കിട്ടേണ്ടതായിട്ടുണ്ട്. ശരിക്കും ആ സമയത്ത് അവനൊരു ഫൊർഗീവ്നെസ് ഉണ്ടാവാനും അല്ലെ ഹീലിംഗ് ഉണ്ടാവാനും ഈ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവർക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവനെ പ്രാർത്ഥിച്ചും അല്ലെ അവനെ സഹായിച്ചും അങ്ങനത്തെ ഒരു ഹീലിംഗിന്റെ ഒരു സംഭവത്തിലൂടെ പോകാൻ പറ്റും. ഫൊർഗീവ്നെസ് ഇതിനകത്തൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഇത്രയൊക്കെ വളരാൻ പറ്റി. അപ്പോൾ ഈ ഫൊർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് പോലെയുള്ള നമ്മുടെ ഒരു അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു തെറാപ്പി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരിയേറെ പിന്നെ അതൊരു പ്രയോജനപ്രദമാകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരെ തന്നെ ആയിരിക്കും മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരുന്നത്. ആരെയും മനസ്സിൽ വന്നുകൊള്ളട്ടെ. പക്ഷെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളെ ഒന്ന് മാറ്റം വരുത്താൻ, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അംഗീകരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ നല്ല വ്യക്തിത്വങ്ങൾക്ക് നമ്മൾ ഉടമകളായിട്ട് തീരും. ദൈവം തീർച്ചയായിട്ടും നമ്മളെ ആ ഒരു സാഹചര്യത്തിൽ അനുവദിക്കും. അത് നമുക്കൊരു കൃപയായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്ററിനും അതുപോലെ ടിൻഡു സോണി മാമിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നന്ദി പറയുന്നു.